ഹലോ നമസ്കാരം. ഞാൻ ഈ കാണിക്കുന്ന സംഭവം കണ്ടു കഴിഞ്ഞാൽ പലർക്കും നമ്മുടെ വീട്ടിലെ അമ്മമാരെയോ പഴയ അമ്മച്ചിമാരെയോ ഒക്കെ ഓർമ്മ വരും. സംഭവം വേറൊന്നുമല്ല, പണ്ടൊക്കെ വീട്ടിലൊക്കെ കറിയൊക്കെ കുറവാണെങ്കിൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ആണെങ്കിലുണ്ടല്ലോ, വീട്ടിലുള്ളവർക്കൊക്കെ ഉള്ള കറിയൊക്കെ കൂട്ടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം ഈ ചട്ടി വടിച്ച് നിൽക്കുന്നൊരു പരിപാടിയുണ്ട്. അതായത് മീൻ ചട്ടിക്കകത്ത് ഉള്ള ആ കറി അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ട് ചെറിയൊരു കഷ്ണം വല്ലതും ആയിരിക്കും ബാക്കി ഉണ്ടാവുന്നത്, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ആ ഉള്ള ഗ്രേവിക്കകത്തും ആ ചെറിയൊരു പീസ് മാത്രം ലക്ഷ്യം വെച്ചിട്ട് അതിനകത്തോട്ട് നല്ല ചൂട് ചോറും അങ്ങോട്ട് വാരി കുഴച്ചൊരു പിടിയുണ്ട്. വീട്ടിൽ പണ്ട് അമ്മ ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു, ഞാൻ ഇത്രയും കറിയൊക്കെ കൂട്ടി കഴിക്കുന്നു, അമ്മ അതുകൊണ്ട് ഒരു കറിയില്ല, അതുകൊണ്ട് മീൻ ചട്ടിക്കകത്ത് ചോറ് കുഴച്ചടിക്കുന്നു. നമ്മളെക്കാട്ടി സന്തോഷമായിരിക്കും പുള്ളിക്കാരത്തേക്ക് അന്നേരം കാണുന്നത്. പിന്നെ തൊട്ട് ഈ സംഭവത്തിന്റെ സീക്രട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാനും ഇതങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ അവസാനത്തെ ചട്ടി പഠിച്ചു നിൽക്കാരെ കൊണ്ട് ഞാനും എൻ്റെ അമ്മയും തമ്മിൽ അടിയായി. ഇത് ഇങ്ങനെ അങ്ങോട്ട് ചോറൊക്കെ ഇട്ടിട്ട് അന്നത്തെ ആ രുചിയൊന്നും ഇന്ന് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാലും ഇതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അന്യായ ഫീൽ. ആ ചാറിനകത്തോട്ട് ഉള്ള ചോറ് അങ്ങോട്ട് നല്ലവണ്ണം കുഴച്ച് ഉരുട്ടി അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആഹാ, സ്വർഗം മാമാ സ്വർഗം. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. മാത്രമല്ല ഇപ്പൊ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനും കൂടെ കമന്റ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ വീട്ടിൽ മീൻകറി ബാക്കി വരുന്ന ദിവസം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റും ഫീലും ഒക്കെ നമുക്ക് നല്ലപോലെ കിട്ടും കേട്ടോ. ഇതുപോലെ കൊതിപ്പിക്കുന്ന വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതിയേ. തലേന്നത്തെ മത്തിക്കറിയൊക്കെ ആണെങ്കിൽ പൊളിക്കും കേട്ടോ. ഇന്ന് നമുക്കത് നെയ്മീനാണുള്ളത്. എന്നതാന്ന് പറഞ്ഞാലും സംഭവം അന്യായ ഫീലാ. എൻ്റെ ആ മുഖം കണ്ടാൽ അറിയത്തില്ലയോ എന്തോരം ഇഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.